ഹായ് ചങ്കുകൾ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണായില്ലേ? അപ്പോൾ ഓണത്തിന് നമ്മൾ കുറുക്കാള ഉണ്ടാക്കിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുറുക്കാള എങ്ങനെ കാണിച്ചു തരാം. നല്ല കട്ടി കുറുക്കാള, നല്ല സദ്യക്ക് ഉണ്ടാക്കുന്ന കുറുക്കുകാളനാണ്. നമ്മൾ അതിനായിട്ട് ലേശം നാളികേരം, ഇപ്പോൾ നമ്മൾ ഒരു മുറിയുടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിയ നാളികേരമായിരുന്നു. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ ജീരകം, ഇത്ര വേണ്ടി. പിന്നെ നമ്മൾ ഒരു കഷ്ണം ചെറിയ ചേന, ഒരു പച്ചക്കായ, പിന്നെ ലേശം തൈര്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ചാനലിലേക്ക് ചേനയും കായ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും. നമുക്കിനി ഇത് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളൊരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്, അത് മതിയാവും. ഇപ്പോൾ ചേനം കായൊക്കെ പെട്ടെന്ന് വേവണ ഐറ്റംസാണ്. അപ്പോൾ നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് അത് നമുക്ക് മൂടി വയ്ക്കുക, മൂടി വെച്ച് വേവട്ടെ. അപ്പോൾ നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെടുത്താണ് നാളികേരം, ജീരകം, പച്ചമുളക്. ഇത് കുറച്ച് തൈരും കൂട്ടി നമുക്ക് അരയ്ക്കാം. വെള്ളം ഒഴിക്കേണ്ട, തൈര് മാത്രം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇത് നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന സ്റ്റൈലാട്ടാ. അത് നമ്മുടെ കായയും ചേനക്ക് വന്നെന്ന് നോക്കാം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് വേവും. ഇപ്പോൾ ചേനയും കായൊക്കെ അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. നമുക്ക് ലേശം നെയ്യ്, 2 സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ സീക്രട്ടാണ് കുറുക്കുകാളൻ്റെ സീക്രട്ട്. കുറച്ച് നെയ്യ് ഒഴിക്കാണ്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ബാക്കി ഒരു കപ്പ് തൈര് എടുത്ത് അതിനകത്ത് നമ്മൾ കുറച്ചെടുത്ത് അരയ്ക്കാനെടുത്ത് ബാക്കിയുള്ള തൈര് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചിട്ടാക്കണുള്ളൂ. പിന്നെ സീക്രട്ട് ഇത് പരിപാടി ലേശം അരിപ്പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സദ്യക്കാർ ഈ കാറ്ററിംഗുകാർ ചെയ്യണ പരിപാടിയാണ്. ടേസ്റ്റൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുക്കഞ്ചേരി, ശരിക്കും കുറുക്കുകളൻ നല്ല കുറുക്ക് പോലെ തന്നെ ഇരിക്കണം. ചമരും പറഞ്ഞാൽ ചമരും പറ്റി പിടിച്ചിരിക്കണം എന്ന് പറയാം സാധാരണ സദ്യ ഉണ്ടാക്കുന്ന ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ലേശം അരിപ്പൊടി കലക്കി ഒഴിച്ചത് നമ്മളിപ്പോൾ ആവശ്യത്തിന് അരക്കുക. പിന്നെ അതിൻ്റെ പച്ചമണം പോട്ടെ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കുറുക്കുകളൻ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാർ വേറെ ഉണ്ടാക്കിയോ ഓണം പൊടി പൊടിക്കുക. നമുക്ക് നമ്മൾ കളനൊക്കെ ഇപ്പോൾ നമുക്ക് ലേശം ഉലുവപ്പൊടി, ഒരു 3/4 സ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം പോയി എല്ലാം റെഡിയായി. നമുക്ക് ഇനി വറവിടാം. അതോടുകൂടി നമ്മൾ കുറുക്കുകളൻ ഫിനിഷ്. അപ്പോൾ കുറുക്കുകളൻ ഉണ്ടാക്കാത്ത ആൾക്കാർ വേഗം ഉണ്ടാക്കാൻ നോക്കിക്കോ, ഇനി സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വറവിടുക. അതോടുകൂടി നമ്മൾ സിമ്പിളായിട്ടുള്ള കുറുക്കുകളനും ടേസ്റ്റായിട്ടുള്ള കുറുക്കുകളനും റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ എണ്ണ ചൂടായി കടുകിട്ട്, നമ്മളിതിനകത്ത് വറ്റൽമുളക് ഉപയോഗിക്കുന്നില്ല, വേപ്പില മാത്രമേ ഉള്ളൂ. കടുകും വേപ്പിലയും മാത്രം, മറ്റേ മുളകൊന്നും പൊട്ടിക്കുന്നില്ല നമ്മൾ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കുറുക്കുകാളൻ തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ സിമ്പിളായിട്ടുള്ള കുറുക്കുകാളൻ, നല്ല കട്ടിയായിട്ടുള്ളത്. ചമ്മരും പറഞ്ഞാൽ ചമ്മരും പറ്റിപ്പിടിച്ചിരിക്കും, ആ ടൈപ്പ് നല്ല തിക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് കൂട്ടാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.